ഹായ് എവരിവൺ, ദിസ് ഈസ് മിലൻ. ഇന്ന് ഞാൻ ഒരു കിടില ഒരു RC കാർ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു റാലി സ്ട്രക്ക് കാറിന്റെ വീഡിയോ ചെയ്തായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതൊരു ക്രൗളറാണ് സാധനം. അപ്പം ഇതാണ് ഐറ്റം. ഇത് നമ്മുടെ MN128 മോഡൽ നമ്പർ വരുന്ന ഒരു MNRC ബ്രാൻഡിന്റെ ഒരു കിടിലൻ ഒരു RC കാറാണ്. അപ്പം കുറെ സ്പെക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടിയാണ്. നമ്മൾ അത്യാവശ്യം ഓടിച്ചു നോക്കിയാണ് വണ്ടി. അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഇതാണ് വണ്ടി വരുന്നത്. വണ്ടി പുറമേന്നുള്ള ലുക്ക് പല കളറുണ്ട് ഇതിന്റെ. ഗ്രേ ഉണ്ട്. അപ്പൊ ഇത് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഈ ബമ്പറൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇതിൽ കിട്ടുന്നതാണ്, ബോക്സിൽ വരുന്നതാണ്, നമ്മൾ ഫിറ്റ് ചെയ്തതാണ് സാധനം. പിന്നെ ലൈറ്റും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. ഡോറ് 4 ഡോറും തുറന്നിട്ട് ബോണറ്റും തുറന്നിട്ട് നമുക്ക് ഓടിക്കുക. ഒരു സീനും ഇല്ല. MVD പിടിക്കുക എന്നുള്ള പേടിയും വരും. അപ്പൊ ഇതിന്റെ മുകളിലുള്ള ക്യാരിയേഴ്സ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ബോക്സിൽ കിട്ടുന്നതാണ്. ഈ ഡോർ പാഡ്, മിറർ എല്ലാം സെപ്പറേറ്റ് ആണ്, നമ്മൾ ഫിറ്റ് ചെയ്തതാണ്. സംഭവം ഒരു റെഡി ടു റൺ വണ്ടിയാണ്. എന്നാലും നമുക്ക് ഇതൊക്കെ എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ, അക്സസറീസ് ഒക്കെ വരുന്നുണ്ട്. ബോക്സിന്റെ അകത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിക്കാനുള്ളൊരു സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്. പിന്നെ ഈ ബമ്പർ ബോക്സിൽ വന്നതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടയറിന്റെ അകത്ത് 4 സ്പോഞ്ച് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. അതൊക്കെ ബോക്സിന്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പൊ ഇത് കാരിയർ ഇതിലും ഹൈറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ഹൈറ്റ് ഒന്ന് കുറച്ചതാണ്. അപ്പോൾ ഒരു കുറച്ചുകൂടെ ഭംഗി കിട്ടും എന്നുള്ളൊരു ഇതിൽ സെറ്റ് ചെയ്താണ്, സെറ്റപ്പിൽ ചെയ്താണ്. അപ്പൊ നമ്മുടെ മോട്ടറൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മോട്ടർ സംഭവങ്ങൾ സെർവോ ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിലൊരു 390 ബ്രഷ്ഡ് മോട്ടറാണ് വരുന്നത്. ഹൈ ടോർക്കാണ്. ഒരു 8 കിലോമീറ്റർ സ്പീഡൊക്കെ കിട്ടും. ഇത് മെയിനായിട്ട് സ്പീഡല്ലേ, ഓഫ് റോഡിങ് പർപ്പസ് ആണ് മെയിനായിട്ട്. അപ്പോൾ ഒരു 25 ഗ്രാമിന്റെ ഒരു സെർവോ ഒക്കെ ഇവിടെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. നല്ല സസ്പെൻഷൻ ഒക്കെയാണ്, ആർട്ടിക്കുലേഷൻ ഒക്കെ ആണെങ്കിലും നല്ല രീതിയിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനൊരു കല്ല് വെച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല രീതിയിൽ 4 ടയർ മുട്ടയിപ്പുണ്ട്. അപ്പോൾ ഓഫ് റോഡൊക്കെ അടിക്കുമ്പോൾ സാധനം രസമാണ്. നമുക്കെന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം, അതൊന്നും സീനില്ല. ഇത് പിന്നെ നമുക്ക് മറ്റ് വണ്ടികളുടെ ട്രാക്സിന്റെ അല്ലെ മറ്റു വണ്ടികളിലോട്ട് നമുക്ക് ബോഡി അഴിച്ച് മാറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബോഡി ഫുള്ള് സ്ക്രൂ ആണ്. അപ്പൊ സ്ക്രൂ എല്ലാം അഴിച്ച് വേണം സെറ്റ് ചെയ്യാൻ. അപ്പം ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതാണ് ഓൺ ഓഫ് ബട്ടൺ. അപ്പം ബാറ്ററി വരുന്നത് ഇവിടാണ്. ഒരു ലിയോൺ ബാറ്ററിയാണ്, ഒരു 1200 mAh ബാറ്ററിയാണ്. നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം, വിഷയമുള്ള കാര്യമല്ല. ഈ പിൻ അഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ബാറ്ററി വരുന്നത്. പിന്നെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ. ഇത് പ്ലാസ്റ്റിക് ആണ് എല്ലാം വരുന്നത്. നമ്മുടെ റോഡ് സംഭവങ്ങളെല്ലാം പ്ലാസ്റ്റിക് ആണ്, പക്ഷെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ്. പിന്നെ മോട്ടോർ സംഭവങ്ങളെല്ലാം അകത്താണ്. നമുക്ക് തുറന്ന് കാണിക്കണമെങ്കിൽ ഈ സ്ക്രൂ എല്ലാം അഴിച്ചാലേ ഫുള്ള് വണ്ടിയുടെ ബോഡി റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അകത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ സെറ്റാണ്. അപ്പൊ ഇതൊക്കെയാണ് പുറത്ത് വരുന്ന ഒരു സംഭവങ്ങള്. അപ്പം വണ്ടിയുടെ ഷോക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട് ഇങ്ങനെ സംഭവം. നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. വണ്ടിയുടെ ഷോക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ വണ്ടിയുടെ റിമോട്ട് വരുന്നത് ഇതാണ്. റിമോട്ടിൽ അധികം ഫീച്ചേഴ്സ് എന്ന് പറയാൻ നമുക്ക് ഒരു സ്റ്റിയറിംഗ് ട്രിം കൊടുക്കുന്നുണ്ട്, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീഡ് ക്രൗളിംഗ് മോഡ് ആണെങ്കിൽ ക്രൗളിംഗ് മോഡ് ഇടാം, അല്ലെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ പോകണമെങ്കിൽ അത് ഇടാം. പിന്നെ ലൈറ്റിന് ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി എക്സ്ട്രാ സ്വിച്ചസ് ഉണ്ട്, അതൊന്നും വർക്കിംഗ് അല്ല. അത് നമ്മുടെ വിഞ്ചൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ ഇതാണ് ഓൺ ഓഫ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഇത് സ്റ്റിയറിങ്. ഇതിൽ തന്നെ ഒരു നമുക്ക് 1 ഹാൻഡിൽ ഓടിക്കാൻ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 2 ബാറ്ററി ഇടുന്ന ഒരു സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ വണ്ടി ഓൺ ആക്കാം നമുക്ക്. അപ്പം ഇവിടെ അടിയിലൊരു ബട്ടൺ ഉണ്ട്, ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി ഓണായി. ഓണാകുമ്പോൾ സംഭവം ബ്ലിങ്ക് ആവും. നമ്മൾ റിമോട്ടിലൂടെ ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുമ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്, ലൈറ്റ് കത്തി കിടക്കും. അപ്പോൾ ഇതാണ് ലൈറ്റ്. നല്ല രസമുണ്ട്. ഇൻഡിക്കേറ്റർ നമ്മളിപ്പോൾ റൈറ്റിലൊക്കെ തിരിക്കുമ്പോൾ ലെഫ്റ്റിൽ ഇരിക്കുമ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ്, റൈറ്റിലോട്ട് ഇരിക്കുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ബൈക്കിലാണേലും ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് എല്ലാ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സെറ്റപ്പ് വരുന്നത്. നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചാലോ.
get what I want, I get what I need. Every single day I'm heading off to my dream, and I get everything that I damn well please. I don't give a damn if you all listening to me, cause I run it. I'm the only one that really want it, I'm the only one that's really on it. I'm just being honest, I'm just doing everything I promise, cause I want it bad enough that I'ma make it as an artist. And I know I'm not the smartest, and I know I'm not the largest, but I promise you that I'ma be the one that worked the hardest, cause I promise you that I'm just getting started. And I promise you that my skills are getting sharper, so I'ma get charted. Can't be guarded, nah, I'm the one to get retarded. Get the party started, yeah, get the party started, yeah, so let me get up on it, yeah. Bitch, you got me fucked up, I don't know what's up. Pour that shit in my cup, we bout to turn up. Crank this shit up so loud, sounds like we're sold out. In front of a whole crowd, we lose control now. Y'all take this shit too personally, everybody got a different version of me. Everybody gotta be learning from me, everybody wanna be. അപ്പോൾ guys, അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ വണ്ടിയൊക്കെ അത്യാവശ്യം ഓടിച്ച് നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. വണ്ടി യൂസ് ചെയ്തിട്ട് സീനൊന്നുമില്ല. നമ്മുടെ 1:12 സ്കെയിലിൽ വരുന്ന ഒരു നല്ല വണ്ടിയാണ്. ഹോബി ഗ്രേഡ് ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ലെവലിൽ വരുന്ന ഒരു നല്ല വണ്ടിയാണ്. ഓഫ് റോഡിങ് ഒക്കെ ആണെങ്കിലും സാധനം സെറ്റാണ്, നമുക്ക് സീനൊന്നുമില്ല. നമ്മളെന്തായാലും ഇനി കുറേ അപ്ഡേഷൻ ഇതിൽ ചെയ്യുന്നുണ്ട്. ടയറൊക്കെ മാറ്റി, ഷോക്കൊക്കെ മാറ്റി, അത്യാവശ്യം അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ വരും. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 14 to 16 റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. പല വെബ്സൈറ്റിലും പല പ്രൈസാണ്. നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്ന യൂക്ലിക്കിന്റെ പേജിലാണ്. യൂക്ലിക്കിന്റെ പേജിൽ സാധനം അവൈലബിൾ ആണ്. അപ്പം ഒരു സ്റ്റാർട്ടിങ് ഹോബി ഗ്രേഡിന് പറ്റിയ സാധനമാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം. അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.